വികൃതിക്കുട്ടൻ. ഇതാരാ നമ്മുടെ കുറുമ്പൻ. ഞാനൊരു പാവം മമ്മി. മനസ്സിലായി. അതിവിടത്തെ ആക്ടിവിറ്റീസ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നെങ്കാട്ടി വികൃതിയുള്ളൊരു അവിടെ ഉണ്ട്. അതാരാ? നിഹാര. നിഹാര ഭയങ്കര വില്ലത്തിയാണോ? എന്തൊക്കെ വില്ലത്തരങ്ങളാ? മരത്തിൽ കയറും, പിന്നെ മരത്തിൽ കയറൊക്കെ ചെയ്യും. പിന്നെ എനിക്കറിയില്ല. എടാ മരത്തിൽ കയറുന്നത് ഒരു വികൃതിയാണോ? നമ്മളൊക്കെ കേറിയിട്ടുണ്ടോ മരത്തില്? പക്ഷെ നീ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുക. വാതൊക്കെ മുട്ടിട്ട് നീ കഴിച്ചോ, നീ പാട്ട് പിടിച്ചോ, നീ ഉറങ്ങിയോ? അത് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കുമ്പോ ചോദിക്കും, ഫുഡ് കഴിക്കാൻ വരുന്നോന്ന്. അത് ആരുടെയൊക്കെ വാതിലിൽ മുട്ടിട്ട് ചോദിക്കണേ? ഒരേ ഒരാളുടെ. അതാരാ? ഞാനൊരു സംശയം, എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ്. ആർജിതയും അമ്മയേക്കും ദേവതീർത്തുമാണ്. പിന്നെ ഇപ്പൊ അണ്ണനെ അവര് ചുമ്മാ സൈലന്റ് ആക്കി ഒരു ഫ്രണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇവര് ഭയങ്കര ഫ്രണ്ട്സാ. പക്ഷെ വാ തുറന്ന ഇവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച കുറ്റം മാത്രമേ ആർജിത് വന്ന ഏത് നേരം ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ലക്ഷണമായി. ട്രെൻഡ് ആയിരിക്കും. ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ല കാര്യങ്ങളൊന്നും പറയാറില്ല. അതെന്താണ് അങ്ങനെ എപ്പോഴും ഈ കുറ്റം മാത്രം നിന്നെ പറ്റി? അതാ നമുക്ക് ഇഷ്ടം. ഫ്രണ്ട്സ് ആണ് താനും അല്ലേ? ഫ്രണ്ട്സ് ആണ് നമ്മള് മൂന്നാളും. ഫ്രണ്ട്സ് ആണ്. അപ്പൊ കുഴപ്പമില്ല. പിന്നെ ഏത് പാട്ട് പാടാനെന്ന് വന്നേക്കണേ? പുഷ്പമംഗലയാം ഭൂമി. ദേവരാജ മാഷിന്റെ പാട്ട്. ഓക്കേ, ഇനി ബാക്കി ഡീറ്റെയിൽസും കൂടി പറഞ്ഞോ. ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, മ്യൂസിക് ദേവരാജൻ മാസ്റ്റർ. അത് പറഞ്ഞല്ലോ. നഖങ്ങൾ പാടിയത് യേശുദാസ് സാർ. വർഷം 1973. ഓക്കെ, അതെന്ത് ഇംഗ്ലീഷിൽ പറയാൻ പോയിട്ട് മലയാളത്തിലേക്ക് ആക്കി? 1973. Yes. Very good. Okay. All the best. All the best. Thank you. മാല
കലക്കി. അമ്മേക്കുട്ട എന്തോ കഷ്ടായല്ലോ. ആ ഇപ്പൊ അമ്മേക്കുട്ടന് കിട്ടുന്നത് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. അതിലൊരു 100 ഉണ്ടല്ലോ. അതുണ്ട്. ആട്ടി ഒരു വികൃതി മിടുക്കൻ പൊക്കുറ്റി. താങ്ക് യു.